ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് 6.5 സ്പേസിൽ 8 പേർക്ക് സുഖമായി കംഫർട്ടായി ഇരിക്കാൻ പറ്റിയ ഒരു സെറ്റ് ടേബിളുമായിട്ടാണ്. ഈ 6 അടി നീളത്തിലും 3.5 അടി വീതിയിലും 8 പേർക്ക് ഇത്രയും കംഫർട്ടായി ഇരിക്കാൻ കഴിയാറുന്ന വളരെ സംഭവം തന്നെയാണ്. ഇതിൽ അത്രയും കംഫർട്ടുള്ള ഇത് തന്നെയാണ്. ചെയറിനൊക്കെ കുഷീനൊക്കെ കൊടുത്ത് അത്യാവശ്യം സ്പേസിൽ തന്നെയാണ് ഇത് ചെയ്ത് ഇരിക്കാനും ഇതിനും ആ ഒരു രീതിയിലാണ് ഇത് ചെയ്ത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇത് സ്പേസ് അത്രയ്ക്ക് ലാഭിക്കുക. കാരണം ചെയറൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോണതിനോട് ടേബിളിൻ്റെ അതേ സ്പേസ് തന്നെ വരുള്ളൂ. കാരണം ഇതാണ് 8 പേർക്ക് ഇപ്പോൾ സുഖമായിട്ട് നല്ല കംഫർട്ടായി 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ആ ഒരു രീതിയിൽ ഓവലായിട്ട് വരുന്നത്. ഫുള്ള് സെറ്റായിട്ടാണ് വരുന്നത്. അതും ചെയർ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ അത്രയ്ക്കും നല്ലൊരു കംഫർട്ടും കാണാൻ ലുക്കുമാണ്. മൊത്തം ഗ്രില്ല് ചെയ്ത മാതിരിയായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കുഷീൻ ചെയ്ത് നല്ല ഹെവി ഫോമിലാണ് ചെയ്ത്. നല്ല ക്വാളിറ്റിയുള്ള കുഷീനായിട്ടാണ് ചെയ്ത്. നല്ല തിക്കിൽ ആ കുഷീനൊന്നും പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവില്ല. പിന്നെ മൊത്തമായിട്ട് ഫോറസ്റ്റ് അക്കേഷ്യയിലുമാണ് ചെയ്ത്. പിന്നെ ഇതിൻ്റെ കോർണർമേലൊന്നും ലെഗ് വരാത്തതിനോട് തന്നെ കോർണർമേലും നമുക്ക് ഇരിക്കാൻ സ്പേസ് ഉപയോഗിക്കാം. ഇതിന് പിന്നെ 8 ലെഗായിട്ടാണ് ഉപയോഗിച്ചത്. എല്ലാം സെൻട്രലായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഗ്യാപ്പിലൊക്കെ നമുക്ക് ഇരിക്കാൻ കഴിയും. പിന്നെ ഇതൊക്കെ ഫുള്ളായിട്ട് സെറ്റായിട്ട് വരുന്നത്. പിന്നെ ഫുള്ള് കൂട്ടിപ്പൊടുത്താണ്. നല്ല സ്ട്രോങ് തന്നെയാണ് ഇത് വരുന്നത്. ആട്ടും ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ അത്യാവശ്യം നല്ല പണിക്കാരെ വെച്ച് തന്നെയാണ് ഇത് ചെയ്തതും. ഞങ്ങൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ യൂണിഫോമിറ്റി നല്ലോണം ശ്രദ്ധിക്കും. കാരണം ഈ ഒരു ചെയർ നോക്കിയാൽ തന്നെ അറിയാം, ഈ ഗ്യാപ്പും ആ ഒരു കറക്റ്റ് ഒരേ രീതിയിലാവുമ്പോഴാണ് ഈ ലുക്ക് വരുന്നത്. കാരണം ഈ റീപ്പർ കുറച്ച് വീതി കൂടി ഈ ഗ്യാപ്പ് കുറച്ച് വീതി കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഇതിൻ്റെ ലുക്ക് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പല സ്ഥലത്തും ചില യൂട്യൂബർമാരുടെ വീഡിയോയിലൊക്കെ കാണാം സെറ്റ് ടേബിൾ പല ഒരു ഇതിലേക്കാറ് റീപ്പർ കനലില്ലാതെ ആ ഒരു രീതിയിലൊക്കെ ആയിക്കാറ്. ഇത് നല്ല കനത്തിൽ ഗ്യാപ്പൊക്കെ കറക്റ്റാക്കി ചെയ്തതിനോണ്ടാണ് ഈ ഒരു ലുക്ക് കിട്ടുന്നത്. ഇത് ഇനി സെറ്റ് ചെയ്ത് കാട്ടിയിട്ട് നമ്മളൊരു വീഡിയോ അങ്ങനെ റൗണ്ട് വീഡിയോ വിട്ട് തരാം. അപ്പോൾ കാണാം അതിൻ്റെ ശരിക്കത്തെ ലുക്ക് എന്താണെന്ന്. പിന്നെ നമ്മൾ എക്സ്പേർട്ട് പണിക്കാരെ വെച്ചും മരം കൊടുക്കണ ഒരേ കനത്തിൽ ഈർന്ന് കൊടുത്തായിട്ട് അത് ഒരേ കനത്ത് പ്ലെയിനർ ഇട്ട് ചെയ്യുന്നതിനോണ്ടാണ് ഈ ഒരു ലെവലിൽ ഒരേ ഗ്രില്ല് ഇട്ട് വരുന്നത്. ഇത് മൊത്തത്തിൽ ഇവിടുന്ന് നോക്കുമ്പോൾ ഒരേ ലെവലിലുള്ള അളവാണ് വരുന്നത്. ഏതെങ്കിലും ഒരു ചെയറിന് ഒരു റീപ്പർ കനം വ്യത്യാസം വന്നാൽ ഈ ഒരു ലുക്ക് തന്നെ മാറും. അതുകൊണ്ട് തന്നെയാണ് ഈ ലുക്ക് അത്രക്കും ലുക്ക് കിട്ടുന്നത്. കാരണം ഇവിടെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷിങ് ആ ഒരു സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. വീഡിയോ രാത്രി എടുക്കുന്നതിനോട് ഇതിന്റെ ക്ലാരിറ്റി അത്ര ഉണ്ടാവും എന്നറിയില്ല. പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കുറച്ച് അത്ര സെറ്റപ്പ് ഉള്ള ബാക്ക്ഗ്രൗണ്ട് അല്ല. എന്നാലും പിന്നെ അങ്ങനെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറ കൊണ്ടോട്ട് റോഡിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഞങ്ങൾ വാട്സപ്പ് നമ്പർ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിന് അതിൽ വാട്സപ്പ് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഞങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം.